പബ്ജി മൊബൈൽ പറയാന്ന് വെച്ചാൽ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ തന്നെ വെച്ച് ഏറ്റവും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും പ്ലെയേഴ്സ് കുറഞ്ഞു വരുന്നൊരു ഗെയിമും കൂടിയാണ് പബ്ജി മൊബൈൽ. കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ 2018 ഏറ്റവും മികച്ചൊരു മൊബൈൽ ഗെയിമായിട്ട് വന്നതായിരുന്നു. 66 മില്യൺ പ്ലെയേഴ്സ് ഡെയിലി കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു പബ്ജി മൊബൈൽ. അതേപോലെ തന്നെ PC-ന്ന് പോർട്ട് ചെയ്ത ഏറ്റവും മികച്ചൊരു ഗെയിമും കൂടിയായി. ഇതിനൊക്കെ പുറമെ അത് 5-6 രാജ്യങ്ങളിൽ ബാൻ ചെയ്ത് ഒരു ഗെയിമും കൂടിയായിരുന്നു. ഇതിൻ്റെ മൂന്നിലൊന്ന് ആൾക്കാർ മാത്രമേ അവസാനത്തേക്ക് കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ബാനിന് ശേഷം. ഇതിനൊക്കെ ശേഷം ഈ ഗെയിം എന്തായിരുന്നു എന്നത് ഒരു ചരിത്രം മാത്രമായി തീരുകയാണ്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ പുതിയ പബ്ജിനെ കുറ്റം പറയുക ഒന്നുമല്ല, പക്ഷേ ഇതിന് മുന്നേ ഒരു പബ്ജി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴുള്ള പബ്ജി അല്ല ഒരിക്കലും. ഇപ്പോഴുള്ള പബ്ജിയിൽ പറഞ്ഞാൽ കുറേ സ്ട്രീമേഴ്സ് ഉണ്ട്, സ്ട്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പബ്ജി അല്ല ഈ പബ്ജി എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കായിട്ട് ഉള്ളൊരു പബ്ജിയാണ്. ഭയങ്കര ഫിസിക്സായിട്ടും സമയത്തെല്ലാം നോസ്റ്റാൾജിയ തരുന്ന രീതിയിലുള്ളൊരു പബ്ജി ആയിരുന്നു ഈ പബ്ജി. പിന്നെ ഈ പബ്ജി ഞാൻ പറയണ്ടല്ലോ, ഇപ്പോഴത്തെ പബ്ജി ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗെയിം എത്രത്തോളം വളർന്നു, അതേപോലെ ഇപ്പം എത്രത്തോളം തകർന്നു എന്നതിനെ കുറിച്ചാണ്. പബ്ജി മൊബൈൽ എന്താ പറയണമെങ്കിൽ പബ്ജി ശരിക്കുമുള്ള പബ്ജി എന്താണെന്ന് പറഞ്ഞു തുടങ്ങണം. ഈ ഗെയിമിൻ്റെ ഡെവലപ്പർ എന്ന് പറയുന്നത് ഇയാളാണ്. പിന്നെ ഇത് ഗ്ലോബലി റിലീസാവുന്നത് ഡിസംബർ 2017 ഈ ഗെയിം ഒരു രാത്രി കൊണ്ട് തന്നെ മൊത്തം വൈറലാവുകയാണ്. പിന്നെ ഇതിൻ്റെ ആഡായി മെർച്ചായി അങ്ങനെയുള്ള പല അഡ്വർടൈസ്മെൻറ്റ് രീതികളിലൂടെയൊക്കെ പിന്നെയും ഇത് പോപ്പുലറായിട്ടേ ഉള്ളൂ. ഗെയിമിൻ്റെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു. ഒരു 100 ആൾക്കാരുണ്ടാവും ഒരു കടയിൽ. അതിൽ ലാസ്റ്റ് ആരും സ്റ്റാൻഡ് ചെയ്യുന്നു അയാൾ ജയിക്കും. ഇതേമാതിരിയുള്ള ഇപ്പോൾ ഒരുവിധം എല്ലാ ബാറ്റിൽ റോയലും ഇങ്ങനെ തന്നെയാണ്. അതേമാതിരി വേറെ കുറേ ഗെയിംസ് ഇതുമായിട്ട് റിലേറ്റഡായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും ഗെയിമുകളൊക്കെ ഒരേമാതിരി നിൽക്കുന്ന ഈ സമയത്ത് ഈ ഗെയിമിനെ സ്പെഷ്യലാക്കുന്നത് എന്താണെന്നറിയോ? പബ്ജി ഈസ് മേഡ് ഡിഫറെൻറ്റ്. ആ സമയത്തുള്ള ഭയങ്കര ഫാസ്റ്റായിട്ട് ലോ റിവാർഡിങ് ആയിട്ടുള്ള ഗെയിംസാണ് അധികം ഉണ്ടായിരുന്നത്. പക്ഷെ പബ്ജി എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയി ആലോചിച്ച് ചിന്തിച്ച് പതുക്കെ കളിച്ച് അവസാനത്തേക്ക് നല്ല വലിയ റിവാർഡൊക്കെ തരുന്ന ഒരു ഗെയിമാണ് പബ്ജി പറയുന്നത്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഗെയിമാണ്. സ്ലോ ആയിട്ട് തന്നെ അത് വേണ്ടിയതും. സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലോ. ഒരു 30 മിനിറ്റ് കൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് ഒരു ടാക്റ്റിക്കലായിട്ട് ഓരോരുത്തരായിട്ട് യുദ്ധം ചെയ്യുക. അതാണ് ഈ ഗെയിം. പാരഷൂട്ടിട്ട് ഇറങ്ങുക, പിന്നെ ലൂട്ട് ചെയ്യുക അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി ചെന്ന് വെടി വെക്കാനൊന്നും പറ്റത്തില്ല. കുറച്ചുള്ള ഗെയിം ഭയങ്കര പതുക്കെ ഡിസിഷൻസ് എടുത്ത് കളിക്കേണ്ട കളിയാണ്. ഇറങ്ങുമ്പോൾ എവിടെ ഇറങ്ങണം തീരുമാനിച്ച്, എന്ത് ലൂട്ട് ചെയ്യണം തീരുമാനിച്ച്, എങ്ങനെ ലൂട്ട് ചെയ്യണം, എവിടെ നിന്ന് ലൂട്ട് ചെയ്യണം, ആരോട് ഫൈറ്റ് ചെയ്യണം, എപ്പോൾ ഫൈറ്റ് ചെയ്യണം, എപ്പോൾ ചാവണം, ഇതൊക്കെ തീരുമാനിച്ച് പതുക്കെ എടുക്കുന്ന ഡിസിഷനാണ് പബ്ജിയിലുള്ളത്. പിന്നെ സമയത്തിനനുസരിച്ച് സോണ് ചെറുതാവുന്നു, എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന കുറേ ആൾക്കാർ ചാവണ്. പിന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ഡിസിഷൻസ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അതിലേക്ക് ആ ഗെയിമിലേക്ക് ലയിക്കുന്ന ഒരവസ്ഥയാണ് പബ്ജിയിൽ നമ്മൾ കാണുന്നത്. പിന്നെ പബ്ജിയിൽ പറഞ്ഞാൽ നമ്മളൊരു ആളെ ശ്രദ്ധിക്കുന്നു, അയാളെ കാലിൻ്റെ അടിച്ച് ശ്രദ്ധിക്കുക, അയാൾ വെടി വെക്കുന്നത് ശ്രദ്ധിക്കണം, ഫൈറ്റിന് ശ്രദ്ധിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടെ ഫൈറ്റ് ചെയ്യാം, എല്ലാം നോക്കി നിൽക്കാം. അതൊക്കെ നമ്മളെടുക്കുന്ന ഡിസിഷനാണ്. അതേപോലെ തന്നെ എല്ലാവരും നമ്മൾ സൗണ്ട് നോക്കുന്നു, നമ്മളും തിരയുന്നു. നമ്മളവരെ തിരയുന്നവർ തന്നെ അവരും നമ്മളും തിരയുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ എപ്പം കൂടെ വെടി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത് സ്ലോ ആണെങ്കിലും പക്ഷെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. എല്ലാ സമയവും ഭയങ്കര സ്ട്രെസ്സായിട്ട് വരും. കാരണം എപ്പോൾ വെടി കൊടുക്കും, എപ്പോൾ വെടി വെക്കേണ്ടി വരും, എപ്പോൾ ആൾ കയറി വരും, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതിൽ ആകെ വന്നത് ഒറ്റ മാപ്പാണ്. പക്ഷെ എല്ലാ പ്രാവശ്യം കളിക്കുമ്പോഴും
നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെ ഫുൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരിക്കലും റിപ്പീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ഇതിൽ വരില്ല. ഇതൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരൊറ്റ സൈഡാണ് സക്സസ്ഫുൾ ആയതിൻ്റെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് പോപ്പുലർ ആയത് ഇതിൻ്റെ ബഗ്സ് ഗ്ലിച്ചസ് കാരണമാണ്. നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ കുറേ ഗ്ലിച്ചുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ കാണും. അത് ഈ ഗെയിമിനെ ഒന്നുകൂടി പോപ്പുലർ ആക്കിയിട്ട് വരും. അതുകൊണ്ട് തന്നെ പബ്ജി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ഗോൾഡാണ്. ചെറിയുള്ള ഫ്രണ്ട്ലി ഫയറും വോയിസ് ചാറ്റും ഇതൊക്കെ പബ്ജിനെ പോപ്പുലർ ആക്കി തന്നെയാണ്. അതേമാതിരി പബ്ജിനെ വെച്ചിട്ടുള്ള കുറേ കണ്ടന്റ് ക്രിയേഷൻ, പല തരത്തിലുള്ള കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. അതെല്ലാം പബ്ജിനെ പോപ്പുലർ ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇത്രയും നല്ലൊരു ഗെയിമാണ് പബ്ജി എന്ന് പറയുന്നത്. പക്ഷേ പബ്ജിക്ക് ഇത് കോൺസോളിലും പി സിയിലും മാത്രമായിട്ട് ഒതുക്കാനൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പബ്ജി ടെൻസെൻ്റ് എന്ന ഏറ്റവും മൊബൈൽ ഗെയിമിംഗ് ഡെവലപ്പിങ്ങിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അവരുമായി ബന്ധപ്പെടുകയാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വേറെ ആരൊക്കെ അത് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 2017 എന്ന് പറയുന്ന മാസം വെച്ചാൽ മൊബൈൽ ഗെയിംസ് പറഞ്ഞാൽ വല്ലാണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഗെയിം പറഞ്ഞാൽ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്, പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പബ്ജി പി സിയിൽ തന്നെ സക്സസ് ആയപ്പോഴേ അതിൻ്റെ കുറേ നോക്ക് ഓഫിലായിട്ട് മൊബൈലിൽ വേറെ കുറേ ഗെയിംസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ നെറ്റീസ് പറഞ്ഞ ഗെയിം കമ്പനി തന്നെ 2 ഗെയിമുകൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രീ ഫയർ പറഞ്ഞ ഒരു ഗെയിമും വന്നു. അത് ബാറ്റിൽ ഗ്രൗണ്ട് എന്ന പേരിൽ തന്നെ, അത് ഗെറീന ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അതെല്ലാം അത്ര വലിയ നല്ല ഗെയിമൊന്നും അല്ലായിരുന്നു. സംഗതി പക്ഷേ സ്ലോ ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ്. ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് പോകുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഗെയിം പ്ലേയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഫ്രീ ഫയർ അത് പബ്ജിൻ്റെ മാപ്പ്, കൺട്രോൾസ്, അതിൻ്റെ എൻവയോൺമെൻറ്റ് എല്ലാം അങ്ങനെ തന്നെ പൊക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് പബ്ജി ആയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്, കുറച്ചുകൂടി ക്വിക്കായിട്ടുള്ള മെത്തേഡാണ് ഫുൾ. പിന്നെ ഫ്രീ ഫയർ പറഞ്ഞാൽ ഇപ്പം കുറേ അതിൻ്റെതായ ഫാൻ ബേസ് ആയിട്ട് വേറെ തന്നെ പോകുന്നുണ്ട്. ഇമാതിരി പഴയ പബ്ജി പോലത്തെ ഗെയിം കളിച്ചാലൊക്കെ അതൊരു നോസ്റ്റ് ഗെയിമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റിപ്പ് ഓഫ് തന്നെയാണല്ലോ. പിന്നെ പി സി മേടിക്കാൻ കഴിയാത്തവരാണ് അധികം ആ സമയത്ത്. അപ്പോൾ പിന്നെ എല്ലാവരും മൊബൈലിൽ കളിക്കും, കാരണം മൊബൈലിലെ ഗെയിംസ് ഫ്രീ ആയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും മെയിൻലി ഫ്രീ ഫയർ. പബ്ജി ക്രിയേറ്റേഴ്സ് അത്ര ഹാപ്പി അല്ലായിരുന്നു ഫ്രീ ഫയർ ആണുള്ളത്. ഗെറീന നല്ല രീതിയിൽ പ്രോഫിറ്റ് അതിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും പബ്ജിയിലുള്ള ഓരോ സാധനങ്ങൾ പൊക്കിയിട്ട്. പക്ഷെ ലക്കിലി അവരെ വേറൊരു പബ്ലിഷർ, ചൈനീസ് പബ്ലിഷർ ടെൻസെന്റ് ഇങ്ങനെ മൊബൈലിൽ ഇറക്കാൻ പറ്റിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി തപ്പി നടക്കുകയായിരുന്നു. മൊബൈലിൽ കോൾ ഓഫ് ഡ്യൂട്ടി ഇറക്കി 1 വർഷത്തോളം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു മൊബൈൽ സ്റ്റുഡിയോ അവർക്ക് വേണ്ടി ഓഫർ ചെയ്ത് അത് പ്രോഫിറ്റും അവർ പ്രോമിസ് ചെയ്തു. പിന്നെ പബ്ജി അത് റിഫ്യൂസും ചെയ്തില്ല. അങ്ങനെ പബ്ജിയും ടെൻസെന്റും ആയിട്ട് അവിടെ കൈ കോർക്കുകയാണ്. അതായിരുന്നു പബ്ജി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പബ്ജി മൊബൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ എടുത്തത് വെറും 4 മാസം മാത്രമാണ്. അത് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. കാരണം കോൾ ഓഫ് ഡ്യൂട്ടി വാർസോണൊക്കെ ഇറക്കിയത് 3 ഇയേഴ്സ് പിടിച്ചായിരുന്നു. എന്തിന് ആപെക്സ് ലെജൻസ് വരെ ഇറക്കാൻ 2 വർഷം എടുത്തിട്ടുണ്ട്. അവർ അൺറിയൽ 4 മൊബൈലിന് വേണ്ടി തന്നെ വേറെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. പിന്നെ പറയണ്ടല്ലോ, അത് വർക്കായി. അപ്പം പെർഫെക്റ്റ് അല്ല, ബെറ്റർ ദാൻ പെർഫെക്റ്റ്. അതെല്ലാം പബ്ജിയുള്ള എല്ലാ സകലതും മൊബൈലൊക്കെ അങ്ങനെ തന്നെ പോർട്ട് ചെയ്ത് മാപ്പ്, ഗണ്ണ്, മെക്കാനിക്സ്, അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ഫീല്, ബഗ്, മെക്കാനിക്സ് എല്ലാം എവ്രിതിങ്. ദിസ് വാസ് പബ്ജി. പിന്നെ കൺട്രോൾസ് അതും നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മൊബൈലിന് വേണ്ടി വേറെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോ പിക്കപ്പ്, ജൈഡോസ്കോപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മൊബൈലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവർക്കുണ്ട് കോമ്പാറ്റിറ്റേഴ്സിനെ പോലെ തന്നെ ഈ ഗെയിമോ ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു.
പിന്നെ ഇതിലാകെ ഇല്ലാഞ്ഞത് ഫ്രണ്ട്ലി ഫയറാണ്. അത് പിന്നെ ഇല്ലാത്ത തന്നെ എല്ലാവരും നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ ടെൻസെന്റ് മാർക്കറ്റ് മൊത്തം കയ്യിലാക്കി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫുള്ളും ടെൻസൻ്റെ കയ്യിൽ തന്നെ, ലോകം മുഴുവൻ. പിന്നെ വേഗം തന്നെ മൊബൈൽ തന്നെ സെക്കൻഡ് എന്ന സ്ഥാനം പബ്ജിക്ക് ലഭിക്കുകയാണ്. അതും പറയാനായിട്ട് ബാറ്റിൽ റോയൽ തന്നെ ഏറ്റവും ഡൗൺലോഡ് ചെയ്ത ഒരു ഗെയിമും കൂടെ മാറി പബ്ജി. ഫോർട്ട്നൈറ്റ് പറഞ്ഞ ഗെയിമിനടക്കം വെട്ടിച്ച്. കാരണം ആ സമയത്ത് പി സിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഗെയിമാണ് ഫോർട്ട്നൈറ്റ്. എന്തിന് ഫ്രീ ഫയർ വരെ വെറും ട്രാഷായി മാറി. പിന്നെ ഒരു വർഷത്തേക്ക് പബ്ജി നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയി. നല്ല നല്ല ഇവൻറ്റ്, ചാമ്പ്യൻഷിപ്സ്, പിന്നെ പല കൺട്രീസിന് വേണ്ടിയിട്ടുള്ള ആപ്പ് വരെയും വേറെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനീസ് അങ്ങനെ പല രീതിയിലുള്ള. ഇതെല്ലാം കൊണ്ടും ഡെയിലി ഡൗൺലോഡേഴ്സ് ഇങ്ങനെ ഡബിളായി വരികയായിരുന്നു. പിന്നെ വൈകാണ്ട് അതിൻ്റെ ഒറിജിനൽ ഗെയിമിനേക്കാളും എത്രയോ പോപ്പുലറായി മൊബൈൽ ഗെയിം. 65 മില്യണോളം ഡൗൺലോഡേഴ്സ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. 700 മില്യണോളം ഡൗൺലോഡേഴ്സ് മൊബൈലിൽ മാത്രം ഉണ്ടായിരുന്നു ഈ ഗെയിമിന്. ഇതുണ്ടാക്കിയത് ഒരു ബില്യൺസ് ഓഫ് റവന്യൂ ആണ്. അതും ഇങ്ങനത്തെ ചെറിയ ബണ്ടിൽ വെച്ചിട്ട്. പിന്നെ വൈകാണ്ട് തന്നെ എത്രത്തോളം ഈ ഗെയിം മുന്നോട്ട് പോയോ അതേമാതിരി തന്നെ താഴോട്ട് ഇറങ്ങാനും തുടങ്ങി. ഉള്ളത് പറഞ്ഞാൽ അങ്ങനെ താഴോട്ട് തന്നെ വരാൻ തുടങ്ങിയപ്പോൾ പബ്ജി വൈകാതെ അങ്ങനെ തന്നെ. ഒരു സെപ്റ്റംബർ 2020 പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാനുമായി. എന്തൊക്കെയോ ചൈനീസിൻ്റെ എന്തൊക്കെയോ തേങ്ങ വെച്ചിട്ട് അതിവിടെ ബാനാക്കി. ഇതേപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ബാനിൽ തന്നെ അതിൻ്റെ ഹാഫോളം പ്ലെയർ ബേസ് ഇല്ലാണ്ടായി. ഓരോ വയലൻസിൻ്റെ പേരിൽ മൈനേഴ്സിന് പ്രശ്നങ്ങളാണ് വന്നിട്ട് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പല കാരണം കൊണ്ട് ഇത് ബാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാണ്ട് കമ്പാറ്റീവ്സിനെ പോലെ കുറേ ഓരോ ബണ്ടിൽ എന്നുള്ള പല കാര്യങ്ങൾ ഇറക്കാൻ തുടങ്ങി പബ്ജിയിലേക്ക്. അങ്ങനെ പോകെ ഈ വരുന്നത് ഇവൻ്റ് അതിൽ വരുന്ന ബണ്ടിൽസൊക്കെ കളർഫുള്ളാകാൻ തുടങ്ങി. അത് കോൾ ഓഫ് ഡ്യൂട്ടി ഉള്ള പോലെയൊക്കെ അതിൽ വന്നാൽ ഇപ്പോൾ ഭയങ്കര ബാറ്റിൽ ഫുൾ ഫാസ്റ്റ് ആയതുകൊണ്ട് അത്ര വിഷയമുള്ള സംഗതിയല്ല. പക്ഷേ പബ്ജി അങ്ങനെയല്ല. പബ്ജി ഭയങ്കര ടെൻഷനായി. പതുക്കെ ഉള്ളൊരു എൻവയോൺമെൻറ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള സാധനം കാണാറുണ്ട്. അത് ശരിയാണോ? അത് പബ്ജിൻ്റെ ഒരു ഇമേർഷൻ എന്നെ ഇല്ലാണ്ടാക്കുകയാണ്. ബാക്കിയുള്ള ഗെയിമിലും അങ്ങനെയൊക്കെ ഓരോന്ന് ഇറങ്ങുന്നതുകൊണ്ട് പബ്ജിയിലും അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പോയി പബ്ജിയിൽ ഗോഡ്സില്ല വരെ വരാൻ തുടങ്ങി. അതുമാതിരി എന്തൊക്കെ പറക്കണ ജീവികൾ എന്തൊക്കെയാ. അങ്ങനെ ശരിയാണ്, ഇവൻ്റ് ആകുമ്പോൾ അതേക്കുള്ള ഇവൻ്റ് വരണം. ഒരു പബ്ജിൻ്റെ മൂഡ് ഒരു അറ്റ്മോസ്ഫിയർ അടക്കം ഇല്ലാണ്ടാക്കുന്നൊരു ഇവൻ്റുകളായി മാറി വന്നു. അത് പോയി ബണ്ടിൽസിന് ഗ്യാമ്പിൾ ചെയ്ത് അങ്ങനെ കുറച്ച് ചിലപ്പോൾ കിട്ടി രീതിയിൽ അങ്ങനെയായി മാറി. പൈസക്ക് വേണ്ടിയുള്ളൊരു കളിയായി. ഇപ്പോഴായിട്ട് ഇത് ഉപയോഗിക്കുന്നത്, ഈ ഗെയിം കളിക്കുന്നത് ചെറിയ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വേറെ ആരുടെങ്കിലൊക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് സ്പിൻ ചെയ്യുന്നത്. ഞാൻ ഇതിലിപ്പോൾ ഉള്ള ഇവൻ്റ് മോശമാണെന്നോ ഉള്ളത് പ്രശ്നമാണെന്നോ ബണ്ടിൽ പ്രശ്നമാണെന്നോ ഒന്നും ഞാൻ പറയില്ല. അതിന് നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെ ഈ ഗെയിം ഉണ്ടാക്കുന്നതല്ലോ ഇവൻ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയണത് അവർ ബാക്കിയുള്ളവരെ പ്ലെയേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കണതിൽ കൂടുതൽ പൈസ എങ്ങനെ ഊറ്റാന്നാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുക വെച്ചാൽ ഇതിൻ്റെ കോസ്മാറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഗെയിമിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ഇതിലുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ മാറി നിൽക്കും, അത്രയുണ്ട്. എന്താ ഇല്ലാത്ത ഇതിൽ പെറ്റുണ്ട്, വീട്, സ്കിന്നുകൾ, എല്ലാ തരത്തിലുള്ള സ്കിന്നുകളും ഈ ഗെയിമിലുണ്ട്. എല്ലാത്തിനും കോസ്മെറ്റിക് ആയിട്ടുള്ള ഓരോ ബണ്ടിൽസും ഒന്നും അത് വേണമെങ്കിൽ പൈസ കൊടുക്കണം. വെറുതെ കിട്ടും, ഒന്നിനും പറ്റാത്ത കുറച്ച് സ്കിൻ കിട്ടും. ഈ ഗെയിമിലുള്ള എല്ലാത്തിനും പൈസ കൊടുക്കണം. എല്ലാത്തിനും പറഞ്ഞാൽ എവറിത്തിങ്
അതേമാതിരി ഈ ബണ്ടിൽസ് കിട്ടാനൊക്കെ വേറെ കുറേ വഴി ഉണ്ട് ഇതിൽ, പലതരത്തിലുള്ള വഴി. ഒക്കത്തിനും പൈസ വേണം. പലതരത്തിൽ ബണ്ടിൽസ് ഇതൊക്കെ ആയിട്ട് സ്പിന്ന്, ലക്കി സ്പിന്ന്, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ കുറേ കാര്യമുള്ളതുകൊണ്ട് തന്നെ ഈ ഗെയിം വല്ലാണ്ടൊരു ഫോഴ്സ്, എന്താ പറയുക, സഫക്കേറ്റിംഗ് ആയിട്ട് മാറുകയാണ്. ഇതൊക്കെ വരുന്നത് നമ്മളെ പൈസ ഊറ്റാന്ന് മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാ വെച്ചാൽ ഇതിൻ്റെ ഓരോന്ന് പോയി ആ സ്ലോ മൂമെൻ്റൊക്കെ മാറി ഭയങ്കര ഫാസ്റ്റ് മൂമെൻ്റായി വരാൻ തുടങ്ങി. അങ്ങനെ പോയി പബ്ജി മൊബൈൽ ഒരു കമ്പാറ്റിറ്റീവ് ഗെയിമായി മാറുകയാണ്. എന്നുവെച്ചാൽ ഫുൾ ഫാസ്റ്റായി ചെറിയ മാപ്പുകളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പാറ്റിറ്റീവായി മാറുന്നുണ്ട്. ക്രിയേറ്റേഴ്സൊക്കെ കിൽസിൻ്റെ പേരിലൊക്കെയാണ് ഇപ്പോൾ ക്രിയേറ്റേഴ്സ് ആവുന്നത്. കുറേ കില്ലെടുക്കാനുണ്ടും ഒരു കളിയിൽ 40 കില്ലെടുത്തോ ക്രിയേറ്റേഴ്സ് ആവാം. അങ്ങനെയായി മാറി പബ്ജി മൊബൈൽ. അതിൽ അൾട്രാ ബെസ്റ്റായി കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആയി. അതേമാതിരി പ്രായം കുറഞ്ഞ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള കോസ്മെറ്റിക്സ് ഒക്കെ ഇതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടും പബ്ജി പിന്നെ ഫേമസ് ആയി ഇവർ തന്നെയാണ്. പക്ഷെ ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ആ ബാനായതിനു ശേഷം ഫ്രണ്ട്സിന് പൈസ വേണം, വേണം, തീർച്ചയായിട്ടും വേണം, ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ വേണം. പക്ഷെ അത് ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഈ ഇവൻ്റ് മോശമാണെന്ന് ഞാൻ പിന്നെയും പറയുന്നില്ല, പക്ഷെ ശരിക്കും പബ്ജി ഇതല്ലായിരുന്നല്ലോ, ഇതല്ലല്ലോ ശരിക്കുള്ള പബ്ജി. അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ അവിടെ ഇല്ലാണ്ടാവുന്നത്. പിന്നെ പബ്ജി ക്രിയേറ്റേഴ്സ് ക്രാഫ്റ്റ് ഒരു സ്റ്റെപ്പ് അപ്പായിട്ട് വന്ന് ആ ഗെയിമാണ് പബ്ജി ന്യൂ സ്റ്റേറ്റ്. അത് കട്ടൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ടെൻസെൻ്റ് കൂടി ഇന്ത്യയിലേക്ക് പബ്ജിനെ തിരിച്ചു കൊണ്ടുവന്ന് അതും their own വേർഷനാണത്. ശരിക്കുള്ള പബ്ജിയല്ല, പക്ഷെ വേറെ വഴിയില്ല. പക്ഷെ അതിനും ബാന് കിട്ടിയിട്ടുണ്ട്. പിന്നെയും പബ്ജി തിരിച്ചു വന്ന് പബ്ജി മൊബൈൽ പിന്നെ മോശമായിട്ടേ ഉള്ളൂ. ഈ 1 ബില്യൺ ഡൗൺലോഡേഴ്സും ബില്യണുള്ള റവന്യൂ ഒക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ ഗെയിം കുറേ പബ്ജി അല്ലാണ്ട് ആയിട്ടേ ഉള്ളൂ. പിന്നെ അതിൽ ചീറ്റേഴ്സ് ഒരു കാരണമില്ലാണ്ടുള്ള ബാനിങ്, അങ്ങനെയുള്ള ഓരോന്നായിട്ട് അങ്ങനെ പോവുകയാണ് പബ്ജി. പബ്ജിയാണ് പോയി പൈസ ചോർത്താൻ വേണ്ടി മാത്രമുള്ള ഗെയിമായി മാറുകയാണ്. അതിൻ്റെ ഒരു പഴയ ഫീലോ കാര്യങ്ങളൊന്നും ഇപ്പോൾ പബ്ജിയിലില്ല. എല്ലാം മാറി ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഗെയിമായി മാറി. ചെറിയ മാപ്പുകളും ഒക്കെ ആക്കി TDM ഇതൊക്കെ പഠിച്ച് കുറച്ചുകൂടി ഫാസ്റ്റാക്കി ഗെയിമായി മാറുകയാണ്. അങ്ങനെ പോയി കോൾ ഓഫ് ഡ്യൂട്ടിൻ്റെ ഒരു അനിയനായി വരാൻ തുടങ്ങുകയാണ് പബ്ജി. അങ്ങനെ പോയി കുറേ പ്ലെയേഴ്സിന് ഇപ്പോൾ പബ്ജിക്ക് ലോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ പബ്ജി ഇല്ലാണ്ടാക്കി സ്വന്തം തന്നെ. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള ഇവൻറ്റുകൾ എൻജോയബിൾ ഇല്ലാന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ പബ്ജി എന്ന് പറയുന്ന ഗെയിം ശരിക്കും ഇതല്ല. ശരിക്കും ഇതൊരിക്കലും പബ്ജി ആകുന്നില്ല. ഇത് പബ്ജിൻ്റെ ഒരു നോക്ക് ഓഫ് മാതിരിയായി മാറി. ഇതൊരിക്കലും പബ്ജി അല്ല ഇനി. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ടെൻഷനെടുത്ത് മാറ്റുന്നു, അതിന് പഴയ പോലെ ആക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പബ്ജി മൊബൈൽ വേറെ, പബ്ജി PC വേറെ, രണ്ട് ഗെയിമായി മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പബ്ജിൻ്റെ അവസ്ഥ പറയാ വെച്ചാൽ ഈ പബ്ജി എന്ന് അതിനെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ വേറെ കുറേ ഗെയിംസിലുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി, വാർസോൺ, കുറേ ഗെയിമുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു വായിക്ക് തന്നെ ഈ പബ്ജി ഉണ്ട്. ഇപ്പോൾ ഈ പബ്ജി ഒരിക്കലും പബ്ജി ആകാൻ പോകുന്നില്ല, പബ്ജി ഒരിക്കലും ആവില്ല ഇനി.